ഓം ശ്രീമാത്രേ നമഃ. പൂജാമുറിയെ സംബന്ധിച്ച് പലവിധ സംശയങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എങ്ങനെ വിളക്ക് തെളിയിക്കണം, എത്ര തിരിയിടണം, വിളക്ക് തെളിയിക്കുമ്പോൾ കുളിക്കണമോ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളാണ് സനാതന ധർമ്മവിശ്വാസികൾക്കുള്ളത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പൂർവികം മറന്ന് മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങളൊക്കെ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാംസാഹാരം കഴിച്ചിട്ട് വിളക്ക് തെളിയിക്കാമോ എന്നത്. പ്രകൃതിയിൽ തന്നെ ജീവികൾ 3 വിധമുണ്ട്: സസ്യബുക്ക്, മാംസബുക്ക്, മിശ്രബുക്ക് എന്നിങ്ങനെ. ആദിമകാലത്ത് മനുഷ്യർ വേട്ടയാടി മാംസാഹാരമാണ് ഉപയോഗിച്ചിരുന്നത്. ഈശ്വരനെ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ താൻ വേട്ടയാടി ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് ഈശ്വരന് സമർപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാനും തുടങ്ങി. കേരളത്തിൽ സസ്യബുക്കായ ദൈവങ്ങളല്ല കൂടുതലും ഉള്ളത്. കേരളത്തിന്റെ തനത് ഈശ്വരി ഭദ്രകാളിയാണ്. അവർക്ക് മൃഗബലിയും മറ്റും നടത്തിയാണ് ശക്തിപ്പെടുത്തി വച്ചിരുന്നത്. പിന്നീട് മറ്റ് വിഭാഗക്കാരുടെ വരവോടെ സസ്യാഹാരികളുടെ മുഖ്യത്വം വർദ്ധിച്ചു. മാംസാഹാരികൾ ഈശ്വരനെ തൊഴുവാൻ അർഹരല്ലാത്തവരായി മാറി എന്നതാണ് സത്യം. പ്രകൃതിയിൽ ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ട്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിലാണ്. നാം എന്ത് കഴിക്കുന്നു എന്നതിലല്ല ഈശ്വരന് നമ്മളോടുള്ള സ്നേഹം അളക്കേണ്ടത്. നമ്മുടെ മനസ്സിന് എത്ര ശുദ്ധിയുണ്ട്, നമ്മുടെ കർമ്മം എങ്ങനെയാണ് എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ്. പറഞ്ഞു വന്നത്, പൂജാമുറിയിൽ ദിവസവും വിളക്ക് തെളിയിക്കണം. അതാണ് ഏറ്റവും മുഖ്യം. നോൺ വെജ് കഴിക്കുന്നവർക്ക് കാലുമുഖവും കഴുകിയോ കുളിച്ചിട്ടോ വിളക്ക് തെളിയിക്കാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. മുൻപ് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാതിരുന്ന കാലത്ത് വളരെയധികം പാടുപെട്ടാണ് നമ്മൾ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയെടുത്തത്. ആ അയിത്തം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പൂജാമുറിയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആദ്യം മനസ്സിലാക്കേണ്ടത് അഗ്നിക്ക് അശുദ്ധിയില്ല എന്നതാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം, വെള്ളി, പുതിയ വസ്ത്രങ്ങൾ, പട്ടുതുണികൾ, പിത്തള, വെള്ളി പാത്രങ്ങൾ തുടങ്ങിയവയ്ക്ക് അശുദ്ധിയില്ല. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ അഗ്നിക്ക് വളരെയേറെ പ്രാധാന്യമുള്ളത്. അഗ്നിയിൽ സമർപ്പിക്കുന്ന എന്തും ദോഷമില്ലാതായി തീരും. ദീപം എന്നത് അഗ്നിയാണ്. നമ്മുടെ ഭവനത്തിലെ സകല ദോഷത്തെയും നശിപ്പിക്കാൻ ശേഷിയുള്ളത്. അതിലൊരിക്കലും ദോഷമില്ല. ദോഷത്തെ മായ്ക്കുന്ന ഗുണം മാത്രമാണുള്ളത്. സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പവും അത് തന്നെയാണ്. പഞ്ചഭൂത തത്വങ്ങൾ അടങ്ങിയതാണ് ഈശ്വരൻ. ഈശ്വരൻ ഇരിക്കുന്നത് നമുക്കുള്ളിലാണ്. ബാഹ്യശുദ്ധിയേക്കാൾ ആന്തരശുദ്ധിയുള്ളവൻ മാത്രമേ ഈശ്വരനെ അറിയാൻ കഴിയൂ. എന്നാൽ സനാതന ധർമ്മവിശ്വാസികൾ ഭാഗ്യമായ ഇത്തരം ചെറിയ കാര്യങ്ങൾ തട്ടി വീണ് കിടക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ കുറ്റം പറയുകയും ചെയ്യും. ചിലർ മറ്റു മതങ്ങളെ നോക്കിയും പോകും. നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാൻ നമ്മളും അതിലോട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലും വളരെ നല്ല കാര്യങ്ങൾ നടക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.